ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു അപ്പത്തിൻ്റെയാണേ. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ ഒരു അഭിപ്രായം പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് പല ചാനലിലും നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഒരു കിഴി കെട്ടിയിട്ടപ്പോൾ നിറഞ്ഞ് പതഞ്ഞ് പൊങ്ങി ഒഴുകി, പിന്നെ ഇങ്ങനെ മാവ് പൊങ്ങി ഒഴുകിയിട്ട് പിന്നെ അപ്പം ചുട്ട കഥയൊക്കെ കണ്ടു കാണും. അപ്പം ഞാനും അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുവാണേ. അപ്പം ഞാൻ 2 ഗ്ലാസ് പച്ചരി ഇവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 6-7 മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് അതിലേക്ക്, അതായത് 2 ഗ്ലാസ് പച്ചരിക്ക്, എന്നിട്ട് അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ചോറും 1 ഗ്ലാസ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് അരച്ചെടുക്കാൻ അവർ പറയുന്നുണ്ട്, അതുപോലെ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവിലേക്ക് പിന്നെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് പതഞ്ഞ് നൊരഞ്ഞ് പൊങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവ കിഴി കെട്ടി അതിൽ മാവിൽ താഴ്ത്തി വയ്ക്കണം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് അരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ ഗ്ലാസ്സിനാണ് അളന്നെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത് കിഴി കെട്ടി അതിനകത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാവ് പൊങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്കാണെന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ വീണ്ടും ഇതുപോലെ 2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി എടുത്തിട്ട് അത് 1 സ്പൂണ് ഉലുവ കിഴി കെട്ടി. ആദ്യം ഉലുവ കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ദിവസം 1 ടീസ്പൂണ് ഉലുവ കിഴി കെട്ടി, അതുപോലെ തന്നെ മാവ് നല്ലതുപോലെ ഇളക്കി, കിഴി സഹിതം ഇട്ട് ഇളക്കി, കൈകൊണ്ടും കൂടി നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ചിട്ട് എടുത്ത് പിറ്റേന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇരിപ്പുണ്ട്. മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട്, നല്ല ലൂസിൽ തന്നെ കലക്കിയതാണ്, കുറച്ച് കട്ടിയായിട്ടുണ്ട്, പക്ഷേ മാവ് പൊന്തിയിട്ടേ ഇല്ല. അപ്പോൾ ഇനി ഇത് ഞാൻ ഈ വീഡിയോ കണ്ടോ, കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം, ഞാൻ ഒരു ഇഡ്ഡലിയുടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുമ്പോൾ പല പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിത് ഇടാറുള്ളത്. അങ്ങനെ ഇതുപോലെ ഈ റെസിപ്പി എന്നാൽ കൊള്ളാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വീഡിയോ എല്ലാം എടുത്തു. ആദ്യത്തെ ദിവസം എടുത്തിട്ട് നേരെയായില്ല. അപ്പോൾ രണ്ടാമത് അതിൻ്റെ മിസ്റ്റേക്കൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞാൻ രണ്ടാമതും ഇട്ടു, എന്നിട്ടും ശരിയായില്ല. അപ്പോൾ 2 പ്രാവശ്യം ഇത് പൊന്തി വന്നിട്ടില്ലെങ്കിൽ ഈ മാവ് ഇങ്ങനെ പൊന്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഇങ്ങനെ ഉലുവ കിഴി കെട്ടിയിട്ടിട്ട് മാവ് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെ ഈ മാവ് കളയാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഒക്കെ കലക്കി ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കി. അപ്പോൾ ഈ അപ്പം നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ ഈസ്റ്റ് ഇട്ട് പൊന്തിക്കുന്ന അപ്പത്തിൻ്റെ കണക്ക് ടേസ്റ്റ് ഇല്ല. ഇത് അപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ല, കാരണം ഇതിനകത്ത് നമ്മൾ ഈ മാവ് പുളിച്ചിട്ടില്ല, പൊന്തി വന്നിട്ടില്ല. പക്ഷേ സോഫ്റ്റാണ്. അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് അത്രയും ടൈം അത് മാവ് അരച്ച് വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് അത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു നുള്ള സോഡാപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ, കാരണം വെറുതെ സോഡാപ്പൊടി അധികം കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് 1 നുള്ള സോഡാപ്പൊടി. അപ്പോൾ തീർച്ചയായിട്ടും ഈ അപ്പം, എൻ്റെ ഫ്ലോപ്പായി പോയ ഈ ഉലുവ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് പറയുക. അപ്പോൾ ഇനി ഞാനിതൊരു ഓടിച്ചിട്ടൊരു അവിയൽ ഉണ്ടാക്കുന്നതാണ്. ഈ അവിയൽ അപ്പം പോലെയല്ല, ഇത് നല്ല അവിയൽ തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം ഉണ്ടായിരുന്ന കുറച്ച് ചേരുവകളൊക്കെ വെച്ചിട്ട് വേഗം പിന്നെ ഉണ്ടാക്കിയെടുത്തൊരു അവിയലാണ്. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. സാധാരണ സദ്യക്കൊക്കെ വാങ്ങിക്കുന്ന കണക്ക് പടവലങ്ങയില്ല, മുരിങ്ങയ്ക്കയില്ല, പിന്നെ വഴുതനങ്ങയില്ല, അങ്ങനെ കുറേ സാധനങ്ങൾ, കോവയ്ക്കയില്ല, എല്ലാം കൂടെ ചേർത്തിട്ട് വേണം അവിയൽ വയ്ക്കാൻ. പക്ഷേ ഇതിനകത്ത് ആകെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ, ഒരു കഷ്ണം ചേനയും വെള്ളരിക്കയും ക്യാരറ്റും ഒരു ചെറിയൊരു കായും 5-6 അച്ചിങ്ങ പയറും, പിന്നെ വെണ്ടയ്ക്ക ഞാൻ അവിയലിന് ഇടാറില്ല, അതും ഇട്ടു, 5-6 പച്ചമുളകും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയൊരു ഉരുളൻകിഴങ്ങ് കഷ്ണം ഇട്ടു. ഇതിനകത്ത് നിങ്ങൾക്ക് സവാളയും കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ശരിക്കും എപ്പോൾ അവിയൽ വെച്ചാലും അതിനകത്ത് കുറച്ച് സവാള കനം കുറച്ച് അരിഞ്ഞ് ചേർക്കുമ്പം ആ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ തക്കാളിയും ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് തക്കാളിയല്ല ചേർത്ത്, തൈരാണ് ചേർത്തത്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് കഴുകണം. അപ്പോൾ കുറേ കഷ്ണങ്ങളൊന്നും ഞാൻ അരിയാതെയാണ് കഴുകുന്നത്. ഇതപ്പോൾ എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, വൃത്തിയാക്കി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ചേനയൊക്കെ ആദ്യം തന്നെ അരിഞ്ഞിട്ടാണ് കഴുകുന്നത്. ബാക്കിയെല്ലാം ഒരുവിധം എല്ലാം
ഞാൻ അല്ലാതെ കഴുകിയെടുക്കുന്നത്. ഇതിനകത്തൊരു പിന്നെ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തതെന്ന് വെച്ചാൽ ചേമ്പ്, നമ്മൾ തോരൻ വയ്ക്കുന്ന ചേമ്പുണ്ടല്ലോ, ഈ കറിച്ചേമ്പ്, നമ്മൾ കിഴങ്ങില്ലാത്ത സൈസ്, അതിൻ്റെ ഒരു 2 ചെറിയ തണ്ടും ഇലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുഴഞ്ഞിരിക്കും നമ്മുടെ അവിയൽ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച്, അത് ചേന വേകാൻ സമയം എടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് അതൊന്ന് വേവിക്കുകയാണേ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്താൽ ചേന വേകാൻ അരച്ചു പോകും, അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. കഷ്ണങ്ങളെല്ലാം ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞപ്പം ബാക്കി കഷ്ണങ്ങളും ചേർത്ത് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണില്ല 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒരല്പം, അപ്പോൾ ഇത് പകുതിയെ ചേന വെന്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചു. ചേന വേവുന്നത് വരെ നമ്മുടെ കഷ്ണങ്ങൾ വേവിക്കുക. അപ്പോൾ ആ ചേനയുടെ വേവിനനുസരിച്ചാണ് എത്ര സമയം വേവിക്കണമെന്നൊക്കെ ഉള്ളൊരു കണക്ക് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ചേന വെന്തോന്ന് നോക്കണം. വെന്തില്ലെങ്കിൽ ഒരല്പം 1 സ്പൂണ് വെള്ളം ആ ഒരു കണക്കിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. വെള്ളം കൂടുതൽ ഒഴിച്ച് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിക്കാം. പക്ഷേ ഈ നമ്മൾ അവിയലിൻ്റെ കഷ്ണത്തിനെല്ലാം ഒരു വെള്ളച്ചവയായിരിക്കും. ആ കഷ്ണങ്ങൾ വെള്ളം വലിച്ച് പിടിച്ചിട്ട് അതിനൊരു ടേസ്റ്റേ കാണത്തില്ല. കഷ്ണങ്ങൾ എല്ലാ കഷ്ണത്തിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അവിയലിനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് തേങ്ങ ഇട്ടാൽ പുഴുക്ക് പോലായി പോകും, അതുകൊണ്ട് ഒരു തീർത്ത് കുറഞ്ഞും പോകരുത്, എന്നാൽ കൂടിയും പോകരുത്. അപ്പോൾ തേങ്ങ ഞാനൊരല്പം ഡിവൈഡ് ചെയ്ത് മാറ്റി കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് ആദ്യം ചതച്ചെങ്കിൽ മാറ്റും. എന്നിട്ട് ബാക്കി ഉള്ള തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പും ജീരകം ചതച്ചതും കൂടെ ചേർത്തിട്ട് നമ്മൾ തൈരോ മോരോ ഏതാ നമ്മൾ പുളിക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിങ്ങെടുക്കും. അതെ, ഇതുപോലെ എടുത്തു. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഈ ചേന വെന്തോന്ന് നോക്കണം കേട്ടോ. ആ ചേന വെന്തെങ്കിൽ നമുക്ക് ഇതെല്ലാം ചേർക്കാം. കാരണം ചേനയ്ക്കായിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ വേവുള്ളത്. ഇതിനകത്ത് ബാക്കി പിന്നെ ക്യാരറ്റും ഏത്തക്കായൊക്കെ ഉള്ളൂ, അതൊക്കെ വേഗം വെന്തോളും. എന്നിട്ടെല്ലാം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് ആ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് അടച്ച് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചേർത്ത തേങ്ങയൊന്ന് വെന്ത് വരണം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ, എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം നമ്മൾ ചതച്ച് വെച്ചില്ലേ ഉള്ളിയും കറിവേപ്പിലയും അല്പം തേങ്ങയും കൂടെ, അതും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ച് അങ്ങനെ വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുമ്പോഴേക്കും നമ്മുടെ അവിയൽ കറക്റ്റ് പാകത്തിന് കിട്ടും. കറിവേപ്പിലയുടെ ദാരിദ്ര്യം കൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയെ ചേർത്തിട്ടുള്ളൂ. ഇഷ്ടം പോലെ ഉള്ളവർ ഇഷ്ടം പോലെ ചേർക്കുക. ഞാൻ പല രീതിയിൽ അവിയൽ വയ്ക്കാറുണ്ട്. ഇതൊരല്പം കുഴച്ചിട്ടാണ് വെച്ചത്. ഈ കഷ്ണങ്ങളൊന്ന് വെന്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ വേവിക്കാതെ വയ്ക്കും, ചിലപ്പോൾ ഒന്ന് ലൂസാക്കി വയ്ക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്തായാലും ഇതുപോലൊരു അവിയൽ വയ്ക്കുക. നമുക്ക് ഇഷ്ടം എല്ലാ കഷ്ണങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല പോലെ ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള അവിയലായിരുന്നു കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.